ഇത്രയും പുരോഗതിയിലെത്തി നിൽക്കുമ്പോഴും ശാസ്ത്രജ്ഞർക്ക് ഇതുവരെ ചെന്നെത്താൻ സാധിക്കാത്ത ഒരിടമുണ്ട് നമ്മുടെ ഭൂമിയിൽ. അതാണ് ഭൂമിയുടെ അകക്കാമ്പ് അഥവാ ഇന്നർ കോർ. നമ്മുടെ ഭൂമിക്ക് ഒരു അകക്കാമ്പും പുറക്കാമ്പുമുണ്ട്. ഇരുമ്പും നിക്കലും ചേർന്ന ഒരു ഗോളമാണ് അകക്കാമ്പ്. 5200 ദശാംശത്തോളം ചൂടുള്ള അകക്കാമ്പ് അതിനു മുകളിലുള്ള പാളികളിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദം കാരണം സോളിഡായി നിലനിൽക്കുന്നു. അതേസമയം പുറക്കാമ്പ് അഥവാ ഔട്ടർ കോർ ദ്രവാവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. മറ്റ് പാളികളിൽ നിന്ന് അകക്കാമ്പിനെ വേർതിരിച്ചു നിർത്തുന്നത് പുറക്കാമ്പാണ്. ഭൂമി ഭ്രമണം ചെയ്യുന്നതിനേക്കാൾ കുറച്ചധികം വേഗതയിലാണ് അകക്കാമ്പ് ഭ്രമണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി ഭ്രമണം ചെയ്യാൻ അകക്കാമ്പിന് സാധിക്കുന്നു. ഇതിൻ്റെ ഭ്രമണമാണ് ഭൂമിയുടെ കാന്തികതയ്ക്ക് കാരണമാകുന്നത്. മാഗ്നറ്റിക് ഫീൽഡാണ് ഭൂമിയെ സൂര്യകിരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത്. ഭൂമിയുടെ കാന്തികത നഷ്ടപ്പെട്ടാൽ കിരണങ്ങളിൽ നിന്നുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഓസോൺ ലെയറിനെ തകർക്കും. ഫലമായി UV റേഡിയേഷൻ ഭൂമിയിൽ പതിക്കും. അതുകൊണ്ട് ഭൂമിയിലേറെ പ്രാധാന്യമുള്ള ഒരു പാളിയാണ് അകക്കാമ്പ്. എത്തിപ്പെടാൻ കഴിയുന്നില്ലെങ്കിലും ഭൂമിയുടെ അകക്കാമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ ശാസ്ത്രജ്ഞർ മറ്റ് ചില മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. തുടർച്ചയായി അകക്കാമ്പിലൂടെ സഞ്ചരിക്കുന്ന സൈസ്മിക് തരംഗങ്ങൾ മൂലമുണ്ടാകുന്ന ഭൂമി കുലുക്കത്തിലെ മാറ്റങ്ങളുടെ പഠനത്തിലൂടെ ചില പുതിയ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുകയാണ്. 2 കാര്യങ്ങളാണ് പ്രധാനമായി പറയുന്നത്. ഒന്ന്, അകക്കാമ്പിൻ്റെ റൊട്ടേഷൻ്റെ വേഗതയ്ക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു. 2, അകക്കാമ്പിൻ്റെ ആകൃതിയിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് കാലിഫോർണിയയിലെ പ്രൊഫസർ ജോൺ വിധേലും സംഘവുമാണ് പഠനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ അഗ്നിപർവ്വത ദ്വീപുകളിൽ 1991 2023 ഇടയ്ക്കായി തുടർച്ചയായി ഉണ്ടായ 121 ഭൂമി കുലുക്കങ്ങളുടെ പഠനത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു കണ്ടുപിടുത്തത്തിൽ ശാസ്ത്രജ്ഞർ എത്തിയത്. നേച്ചർ ജിയോ സയൻസ് ജേർണലിലാണ് ഗവേഷണം പ്രസിദ്ധീകരിച്ചത്. കോറിൻ്റെ ഭ്രമണത്തിൻ്റെ വേഗത ആദ്യം കൂടുകയും പിന്നീട് കുറയുകയും ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടതാണ് ഇങ്ങനെ ഒരു ഗവേഷണത്തിന് കാരണമായത്. ഇടയ്ക്ക് അത് വിപരീത ദിശയിൽ കറങ്ങുന്നതായും കണ്ടെത്തിയിരുന്നു. ഓരോ 70 വർഷങ്ങൾക്കിടയിലാണ് ഇത്തരം മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഭാവിയിൽ കോറിൻ്റെ വേഗത കുറഞ്ഞ് അത് നിശ്ചലമായാൽ ഭൂമി മറ്റ് ഗ്രഹങ്ങളെ പോലെ തരിശായി മാറും. ഇതുകൂടാതെ ഓരോ വർഷവും അകക്കാമ്പിൻ്റെ അടുത്തുകൂടി കടന്നു പോകുന്ന സൈസ്മിക് തരംഗങ്ങളിൽ ചില വ്യത്യാസം കാണുന്നതായി ശാസ്ത്രജ്ഞർ പറയുന്നു. ഇതിന് കാരണമായി കണക്കാക്കുന്നത് അകക്കാമ്പിൽ സംഭവിച്ചിട്ടുള്ള ആകൃതി മാറ്റമായിരിക്കാമെന്നും പറയപ്പെടുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ ഭൂമിയുടെ കാന്തികതയ്ക്ക് സംഭവിച്ച മാറ്റം എത്രത്തോളം പുതിയ കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതും അറിയേണ്ടതുണ്ട്. ഇതൊന്നും നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നില്ല. പക്ഷേ അകക്കാമ്പ് പൂർണ്ണമായി നിശ്ചലമാകുന്ന ഒരു സാഹചര്യം മനുഷ്യർ നേരിടേണ്ടി വരുമോ എന്നതൊരു ചോദ്യമാണ്. എന്നാൽ അതിലിപ്പോൾ ആശങ്ക വേണ്ട എന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഇനിയും കോടിക്കണക്കിന് വർഷം വേണ്ടിവരുമെന്നും ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു. അന്ന് നമ്മുടെ ഭൂമിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്നത് പ്രവചനാതീതമാണ്. ഒരുപക്ഷെ അപ്പോഴേക്കും ഭൂമിയെ സൂര്യൻ വിഴുങ്ങിയിട്ടുണ്ടാവാം.